ഹലോ, ഇന്ന് നമ്മൾ രണ്ടാമത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഡേറ്റ മൈനിങ് ഫങ്ഷണാലിറ്റീസ് ആണ്. ആദ്യം ഡേറ്റ മൈനിങ് ഫങ്ഷണാലിറ്റീസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നലെ ഫുൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഡേറ്റ മൈനിങ് എന്ന് വെച്ചാൽ. ഡേറ്റ മൈനിങ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലാർജ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും നോളജോ ഇൻസൈറ്റോ ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത്. ഫോർ ദാറ്റ് വി മൈറ്റ് ബി യൂസിങ് സം അൽഗരിതംസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ്. അപ്പോൾ ഈ ഒരു അനാലിസിസ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരു നോളജിലേക്ക് നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി ഡേറ്റ മൈനിങ് എന്ന് പറയുന്നത് പല രീതിയിലുള്ള ഫങ്ഷണാലിറ്റീസാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞപ്പം തന്നെ പലവിധമായ ആപ്ലിക്കേഷൻസ് നിങ്ങളോട് പറഞ്ഞു. ചില ഡേറ്റ സെറ്റിൽ നിന്ന് നമുക്ക് ക്ലാസിഫിക്കേഷനായിരിക്കും ചെയ്യേണ്ടത്. ചിലതിൽ നമുക്ക് ഗ്രൂപ്പ് ചെയ്യുകയായിരിക്കും വേണ്ടത്. ചിലതിൽ എന്തെങ്കിലും പാറ്റേൺസ് കണ്ടുപിടിക്കുകയായിരിക്കും ചെയ്യേണ്ടത്. ചിലതിൽ ഡേറ്റ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കലായിരിക്കും നമ്മുടെ ലക്ഷ്യം. സോ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ആപ്ലിക്കേഷൻ ഓർ പർപ്പസ് ഓഫ് ദ യൂസർ, നമുക്ക് ഡേറ്റ മൈനിങ്ങിലൂടെ ചെയ്യേണ്ടി വരുന്ന ഫങ്ഷനാലിറ്റീസ് വിൽ ബി ഡിഫറെൻറ്റ്. അപ്പോൾ അതായത് ഡേറ്റ മൈനിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ട്രെൻഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് ഇൻ ഡേറ്റ, അതുപോലെ പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ് ഓർ ബിഹേവിയേഴ്സ്, അതുപോലെ സെഗ്മെൻറ്റ് ഡേറ്റ ഇൻറ്റു മീനിങ് ഫുൾ ഗ്രൂപ്പ്സ് ഓർ കാറ്റഗറീസ്, ഡിറ്റക്റ്റ് അനോമലീസ് ആൻഡ് എക്സെപ്ഷൻസ് ഇൻ ഡേറ്റ മുതലായവയാണ് ഡേറ്റ മൈനിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ. സോ ഫോർ ദീസ് പർപ്പസസ് വി മൈറ്റ് ബി യൂസിങ് some functionality. ആ ഫങ്ഷനാലിറ്റീസാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വൺ ബൈ വൺ ആയിട്ട്. സോ ആദ്യത്തെ തന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫങ്ഷനാലിറ്റി എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതെന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ടെക്നിക്കാണ്. നിങ്ങൾ മെഷീൻ ലേണിംഗ് പഠിച്ചപ്പോഴത്തേക്കും ഓൾറെഡി മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഡൊമൈൻ പഠിച്ചപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് എന്താണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പീരീഡിൽ ആ ഡേറ്റയിൽ വി മൈറ്റ് ബി ഹാവിങ് സം ലേബിൾഡ് ഡേറ്റ, അതായത് ഈ ഡേറ്റ ഇന്നതാണ് എന്ന് ട്രെയിനിങ് ഡേറ്റ സെറ്റിൽ കാണും. സോ അതുവഴി നമ്മുടെ സിസ്റ്റത്തിനെ ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ഒരു ന്യൂ ഡേറ്റ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ഡിറ്റക്ട് ദാറ്റ് ദിസ് ഡേറ്റ ഈസ് ഓഫ് ദാറ്റ് ടൈപ്പ്. അതിനെയാണ് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ്. ഒരു സൂപ്പർവൈസർ നിന്ന് ട്രെയിനിങ് പീരീഡിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഡേറ്റ വന്നാൽ ഇന്നതാണ്, ഇന്ന ടൈപ്പാണ്, മറ്റൊരു ഡേറ്റ വന്നാൽ ഇന്ന ടൈപ്പാണ് എന്ന് ആദ്യം പഠിപ്പിക്കുന്നു. പിന്നെ സ്വന്തമായിട്ടൊരു ഡേറ്റ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സിസ്റ്റം ഓഫ് വാട്ട് ടൈപ്പ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഓഫ് ക്ലാസിഫൈയിങ് ദ ഡേറ്റയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ഡൊമൈനിൽ പെടുത്തിയിരിക്കുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ലേബിൾഡ് ട്രെയിനിങ് ഡേറ്റ ആയിരിക്കും. മെയിനായിട്ട് ക്ലാസിഫിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗരിതംസ് ഡിസിഷൻ ട്രീസ്, നെയ്വ് ബേസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെയാണ്. ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ക്ലാസിഫൈ ന്യൂ ആൻഡ് അൺസീൻ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഡൊമൈൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇമെയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഒരു വരുന്ന ഇമെയിൽ സ്പാം ആണോ അല്ലയോ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ലോൺ ആപ്ലിക്കൻ്റ് ഒരു ബാങ്കിൽ വരുന്നത് ആപ്ലിക്കൻറ്റിൻ്റെ പ്രൊഫൈൽ നോക്കിയിട്ട് പ്രീവിയസ് ഹിസ്റ്ററി നോക്കിയിട്ട് ഹൈ റിസ്ക് ഉള്ളതാണോ ലോ റിസ്ക് ഉള്ള ആപ്ലിക്കൻ്റ് ആണോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി, ഇതുപോലെ ഒരു ക്ലാസിഫിക്കേഷൻ നടത്താൻ വേണ്ടിയൊക്കെയാണ് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഫ്രോഡ് ഡിറ്റക്ഷൻ, മെഡിക്കൽ ഡയഗ്നോസിസ്, സെൻറ്റിമെൻ്റൽ അനാലിസിസ് ഒക്കെയാണ് ഈ ഒരു ഡൊമൈനിൽ വരുന്നത്, ക്ലാസിഫിക്കേഷൻ ഡൊമൈനിൽ വരുന്നത്. ഇനി അടുത്ത ഫങ്ഷണാലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിങ്ങും ഞാൻ ഇന്നലെ ഓൾറെഡി പറഞ്ഞാണ്. ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിംഗ് ആണ്. നമുക്ക് ഇവിടെ ക്ലാസിഫിക്കേഷനിൽ വി ആർ ഹാവിങ് സം ലേബിൾഡ് ഡേറ്റ സെറ്റിൽ ലേബിൾസും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ലേബിൾഡ് ഡേറ്റ ഇല്ല.
അൺലെസ് ദ സിസ്റ്റം വിൽ ബി ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈങ് സം ഗ്രൂപ്പ്സ്. ആ ഡേറ്റയെ നോക്കിയിട്ട് കുറേ ഡേറ്റയെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുന്നു, അടുത്ത ഡേറ്റയെ എല്ലാം കൂടെ ചേർത്ത് മറ്റൊരു ഗ്രൂപ്പാക്കുന്നു. ആ ഒരു പ്രൊസീജിയറിനെയാണ് നമ്മൾ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. ആ ഒരു ഡേറ്റയുടെ സിമിലാരിറ്റി നോക്കിയിട്ട് ആണ് നമ്മളവിടെ ക്ലസ്റ്ററിങ് നടത്തുന്നത്. ഓക്കെ, ഇതിന് വേണ്ടി മെയിനായിട്ട് ഉപയോഗിക്കുന്ന അൽഗരിതംസാണ് കെ മീൻസ്, ഡി ബി സ്കാന്, ഹൈറാർക്കിയൽ ക്ലസ്റ്ററിങ് ഒക്കെയാണ് മെയിനായിട്ടുള്ള അതിന് വേണ്ടി ഉപയോഗിക്കുന്ന അൽഗരിതംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഗ്മെൻറ്റിങ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ പർച്ചേസിങ് ബിഹേവിയർ. ഒരു ഷോപ്പിൻ്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ പർച്ചേസിങ് ബിഹേവിയർ കണ്ടെത്താനുള്ള ഒരു അനാലിസിസ് ആണ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് കസ്റ്റമേഴ്സിൻ്റെ ഒരു പർച്ചേസിങ് ബിഹേവിയർ ആ ഒരു ലൊക്കാലിറ്റിയിൽ വരുന്ന അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ പർച്ചേസിങ് ഹാബിറ്റ്സ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, അവരെ ക്ലസ്റ്റർ ചെയ്തെടുക്കുന്നതിനെയാണ് ഒരേ ബിഹേവിയറുള്ള കുറേ കസ്റ്റമേഴ്സിന് ഗ്രൂപ്പ് ചെയ്ത് എടുക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ഈസ് ആൻ എക്സാമ്പിൾ. അടുത്തത് ഐഡൻറ്റിഫൈ ഡിസ്റ്റിങ്ക്റ്റ് ഗ്രൂപ്പ്സ് ഓഫ് യൂസേഴ്സ് ഓൺ എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ യൂസേഴ്സിന് ക്ലസ്റ്റർ ചെയ്യുക. ഇതുപോലത്തെയൊക്കെയാണ് ഈ ഒരു ക്ലസ്റ്ററിങ് എന്ന് പറയുന്ന അതിൻ്റെ എക്സാമ്പിൾസാണ് വരുന്നത്. ആപ്ലിക്കേഷൻസ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ഇമേജ് സെഗ്മെൻറ്റേഷൻ, ജീൻ എക്സ്പ്രഷൻ അനാലിസിസ് ഒക്കെയാണ് ഈ ഒരു ഡൊമൈനിൽ വരുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ്. ഇനി മറ്റൊരു ഫങ്ഷനാലിറ്റിയാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗിവിങ് എ സം റിലേഷൻഷിപ്പ് ഓർ പാറ്റേൺ ബിറ്റ്വീൻ വേരിയബിൾസ് ഇൻ എ ഡേറ്റാ സെറ്റ്. ഒരു ഡേറ്റാ സെറ്റിൽ കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ വേരിയബിൾസ് തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുന്നതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇഫ് ദെൻ എന്ന് പറയുന്ന ഒരു റൂൾ ആണ് നമ്മൾ അവിടെ നിന്ന് ഡിസ്കവർ ചെയ്ത് എടുക്കുന്നത്. ഇഫ് ഇങ്ങനെ സംഭവിച്ചാൽ ദെൻ ഇതായിരിക്കും എന്ന് നമ്മൾ ഇൻഡ്യൂസ് ചെയ്തെടുക്കുന്നതിനെയാണ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിഫൈസ് ഫ്രീക്വൻറ്റ് ഐറ്റം സെറ്റ്സ് ഇൻ ട്രാൻസാക്ഷണൽ ഡേറ്റാ സെറ്റ്സ്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് അൽഗരിതംസ് മെയിനായിട്ട് അപ്രയോറി, ദെൻ FP ഗ്രോത്ത് എന്നൊക്കെ മുതലായ അൽഗരിതംസാണ് മെയിനായിട്ട് ഈ ഒരു അസോസിയേഷൻ എന്ന് പറയുന്ന ഡൊമൈനിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയണം, ഇന്നലെ പറഞ്ഞതുപോലെ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്. അതായത് ഒരു കസ്റ്റമർ ഇപ്പോൾ ബ്രെഡ് വാങ്ങിച്ചാൽ ഇഫ് ഹീസ് ആ ഒരു ഡേറ്റാ സെറ്റിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ബ്രെഡ് വാങ്ങിച്ചാൽ ഹീ വിൽ ബി ബൈയിങ് ബട്ടർ ഓൾസോ. സോ അതൊരു അസോസിയേഷൻ ആയിക്കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഒരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എപ്പോഴും ബ്രെഡ് വാങ്ങിക്കാൻ വരുന്ന ഒരു കസ്റ്റമർ ബട്ടർ വാങ്ങിക്കും. സോ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് ബട്ടർ വിൽ ബി പ്രൊവൈഡഡ് ഇൻ സ്റ്റോക്ക്. ഓക്കെ, ആ ഒരു കടക്കാരൻ എപ്പോഴും സ്റ്റോക്കിൽ ബ്രെഡ് വാങ്ങിക്കാൻ വരുന്ന ഒരാൾ തീർച്ചയായിട്ടും ബട്ടർ വാങ്ങിക്കും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഹീ വിൽ ബി കീപ്പിംഗ് ദ സ്റ്റോക്ക്. അതുപോലെ തന്നെ ആമസോൺസ് കസ്റ്റമേഴ്സ് ഹൂ ബോട്ട് ദിസ് ഓൾസോ ബോട്ട് ദാറ്റ്. ഓക്കെ, അപ്പോൾ ഒരു കസ്റ്റമർ ഇന്നത് വാങ്ങിച്ചിട്ട് ഉടനെ മറ്റൊരു ഐറ്റം വാങ്ങിക്കുകയാണെങ്കിൽ അപ്പോൾ അതിൽ നിന്നൊരു റിലേഷൻ ആമസോണിനോ അതുപോലത്തെ ഏത് പ്ലാറ്റ്ഫോംസിനോ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിനോ കിട്ടും. അപ്പം തീർച്ചയായിട്ടും ആ പ്ലാറ്റ്ഫോംസ് എല്ലാം ഇന്ന ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉടനെ ദേ മൈറ്റ് ബി ഷോയിങ് സം ഓഫ് ദ സിമിലർ ഐറ്റംസ്. ഓക്കെ, ആസ് റെക്കമെൻഡേഷൻസ്. ഇനി ആപ്ലിക്കേഷൻസ് പറഞ്ഞാൽ റീറ്റെയിലിൽ മാർക്കറ്റ് ബാസ്ക്കറ്റ് അനാലിസിസ്, പിന്നെ വെബ് യൂസേജ് മൈനിങ്, ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ഒക്കെയാണ് അസോസിയേഷൻ ഡൊമൈനിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. ഇനി അടുത്തത് പ്രഡിക്ഷനാണ്. പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അൺനോൺ വാല്യൂസിനെ പ്രെഡിക്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഔട്ട്കം വിൽ ബി കണ്ടിന്യൂസ് വാല്യൂസ് ആയിരിക്കും. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ കാറ്റഗറിക്കലായിരിക്കും. അതായത് ഇന്ന ടൈപ്പ് മറ്റൊരു ടൈപ്പ് എന്ന് പറയുന്ന നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ക്ലാസ് അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ക്ലാസ് ഓഫ് ഡേറ്റയാക്കി മാറ്റുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ. മറ്റേത് അങ്ങനെയല്ല. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഔട്ട്കംസ് ആയിരിക്കും. അവിടെ യൂസ് ചെയ്യുന്ന അൽഗരിതം ലീനിയർ റിഗ്രഷൻ
ഡിസിഷൻ ട്രീസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ് ഒക്കെയാണ് നമ്മൾ പ്രഡിക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ പ്രഡിക്റ്റിംഗ് ഫ്യൂച്ചർ സ്റ്റോക്ക് പ്രൈസസ് ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡേറ്റ, സ്റ്റോക്ക് പ്രൈസസ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഹൗസിൻ്റെ പ്രൈസുകൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ സൈസ്, ലൊക്കേഷൻ, അതർ ഫീച്ചേഴ്സൊക്കെ. അതുപോലെ ഇനി ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് പ്രഡിക്ഷൻ, അതുപോലെ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെയാണ് പ്രഡിക്ഷൻ ഡൊമൈനിൽ വരുന്ന ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി അടുത്ത ഒരു ഫങ്ഷണാലിറ്റിയാണ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ. ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു എന്താണ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ സെറ്റ് കൊടുക്കുമ്പോഴത്തേക്കും സിസ്റ്റം വിൽ ബി അണ്ടർസ്റ്റാൻഡിങ് ഹൗ നോർമൽ ഇവൻറ്റ്സ് വിൽ ബി. നോർമലി ഒരു ഡേറ്റ സെറ്റ് ബിഹേവ് ചെയ്യേണ്ട ഇതെങ്ങനെയാണ് എന്ന് പഠിക്കുന്നു. അതിൽ നിന്ന് മാറി എന്തെങ്കിലും ഒരു ഡേറ്റ വന്നാൽ ഇറ്റ് വിൽ ബി ഡിറ്റക്റ്റിംഗ് ആസ് അനോമലി. എന്തോ അനോമലി സംഭവിച്ചു, ഇങ്ങനെയല്ല ഈ എന്താണ് ഡേറ്റ വരേണ്ടത്, അതിന് പകരം മറ്റൊരു രീതിയിൽ വന്നു. സോ ദാറ്റ് വിൽ ബി ഡെഫിനിറ്റ്ലി ആൻ അനോമലി. അങ്ങനെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സോ ഐഡൻറ്റിഫൈസ് ഡേറ്റ പോയിൻറ്റ്സ് ദാറ്റ് സിഗ്നിഫിക്കൻ്റ്ലി ഡീവിയേറ്റ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ ഡേറ്റ സെറ്റ്. ഒരു ഡേറ്റ സെറ്റിൽ നിന്നും അതിൻ്റെ ബിഹേവിയർ അല്ലാതെ മറ്റൊരു ബിഹേവിയറിലൊരു ഡേറ്റ വരുമ്പോൾ അങ്ങനെ വരുന്ന ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഡേറ്റ പോയിൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് ഔട്ട്ലെയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. So outliers are anomalies or rare events that do not fit the general distribution of the data. ജനറലി ആ ഡേറ്റ എങ്ങനെയായിരിക്കണമോ ജനറലി ആ ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കണമോ അതിൽ നിന്നല്ലാതെ മാറി റെയറായിട്ട് ഉള്ള ഡേറ്റ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ അനോമലീസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഔട്ട്ലയർ ഡിറ്റക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്ററിങ്ങും മെഷീൻ ലേണിംഗ് മോഡൽസും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഒക്കെയാണ്. ഇനി എക്സാമ്പിൾ പറഞ്ഞാൽ മെയിനായിട്ടുള്ള എക്സാമ്പിൾ നമ്മൾ ഉപയോഗിക്കുന്നത് ബാങ്കിങ് സെക്ടറിലാണ്. ബാങ്കിങ് സിസ്റ്റംസിലൊക്കെ ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി ഔട്ട്ലയർ ഡിറ്റക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ സൈബർ സെക്യൂരിറ്റിയിൽ, നെറ്റ്വർക്ക് സെക്യൂരിറ്റിയിൽ നമ്മൾ അൺയൂഷ്വലായിട്ട് എന്തെങ്കിലും നെറ്റ്വർക്ക് ട്രാഫിക് വരുന്നുണ്ടോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഔട്ട്ലയർ ഡിറ്റക്ഷൻ മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. സോ ആപ്ലിക്കേഷൻസ് ആർ ഫോൾട്ട് ഡിറ്റക്ഷൻ, ഫോൾട്ട് ഡിറ്റക്ഷൻ ഇൻ മാനുഫാക്ചറിങ്, സിസ്റ്റം മോണിറ്ററിങ് ഒക്കെയാണ് നമ്മുടെ ഔട്ട്ലയർ ഡിറ്റക്ഷൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി മറ്റൊരു ഫങ്ഷണാലിറ്റിയാണ് ക്യാരക്ടറൈസേഷൻ. ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡേറ്റ സെറ്റിൽ നിന്ന് ഒരു ജനറൽ ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയെ സമ്മറൈസ് ചെയ്തെടുക്കുന്നതിനെയാണ് ക്യാരക്ടറൈസേഷൻ. ഈ ഡേറ്റ ഇങ്ങനെയാണ്, ഇതിൻ്റെ ഒരു ജനറൽ ഫീച്ചർ അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത്. സോ സമ്മറൈസസ് ജനറൽ ഫീച്ചേഴ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് എ ടാർഗറ്റ് ഡേറ്റ സെറ്റ് ഓർ ക്ലാസ് ഓഫ് ഡേറ്റ. അപ്പോൾ അതിനുവേണ്ടി it will be using some statistical and descriptive techniques to provide an overview of the data set. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും ഡിസ്ക്രിപ്റ്റീവ് ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്താണ് ആ ഒരു ഡേറ്റ സെറ്റിൻ്റെ ഓവർവ്യൂ കിട്ടുന്നത്. നമ്മളതിന് വേണ്ടി ഉപയോഗിക്കുന്ന അഗ്രിഗേഷൻ, സമ്മറൈസേഷൻ ആൻഡ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ക്യാരക്ടറൈസിങ് ഹൈ വാല്യൂ കസ്റ്റമേഴ്സ്. മോസ്റ്റ് ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് ആർ ബിറ്റ്വീൻ 30 to 50 years ഓൾഡ് ആൻഡ് പർച്ചേസ് ഹൈ എൻഡ് ഇലക്ട്രോണിക്സ്. അങ്ങനെ ഒരു നമുക്കൊരു ഹൈ പ്രൊഫൈലുള്ള കസ്റ്റമേഴ്സ് ആരാണ് എന്ന് മനസ്സിലാക്കിയെടുക്കണം. ആ ഒരു കാറ്റഗറിയെ ആ ഒരു വലിയ ഡേറ്റാ സെറ്റിൽ നിന്ന് പിക്ക് ചെയ്തെടുക്കണമെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് കാറ്റഗറൈസേഷൻ മെത്തേഡാണ്. അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഹൈ വാല്യൂ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവരൊരു 30-50 years ഓൾഡ് ആയിരിക്കും. അവർ പർച്ചേസ് ചെയ്യുന്നത് ഹൈ എൻഡ് ഇലക്ട്രോണിക് ഡിവൈസുകളായിരിക്കും. സോ ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ബിസിനസ് ഇൻ്റലിജൻസ്, കസ്റ്റമർ ബിഹേവിയർ അനാലിസിസ്, മാർക്കറ്റ് റിസർച്ച്, ഈ ഏരിയാസിലൊക്കെയാണ് മെയിനായിട്ട് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുന്ന ഫങ്ഷണാലിറ്റി ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്നാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ 2 or more ക്ലാസ്സസ് ഓഫ് ഡേറ്റയെ എങ്ങനെ നമുക്കതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുന്നതിനാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഹൈലൈറ്റ്സ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ 2 or more ക്ലാസ്സസ് ഓഫ് ഡേറ്റ. ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നിക്കിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത്
നമ്മൾ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഡേറ്റയുടെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം നോക്കിയിട്ട് അവ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താനുള്ള ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് മനസ്സിലാകുന്നു. അതിന് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഡിസിഷൻ ട്രീസും റൂൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സും ഒക്കെയാണ് അൽഗോരിതമായിട്ട് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഡിസ്ക്രിമിനേറ്റിംഗ് ബിറ്റ്വീൻ ഫ്രോഡുലൻറ്റ് ആൻഡ് നോൺ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ് ബേസ്ഡ് ഓൺ ട്രാൻസാക്ഷൻ ആട്രിബ്യൂട്ട്സ്. ട്രാൻസാക്ഷൻ ആട്രിബ്യൂട്ട്സ് നോക്കിയിട്ട് ഫ്രോഡുലൻറ്റ് ഏത് നോൺ ഫ്രോഡുലൻ്റ് ഏത് എന്ന് ഒരു ഡിസ്ക്രിമിനേഷൻ നടത്തുന്ന ആ ഒരു പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്ന ഡൊമൈനിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ ഡിഫറൻഷ്യേറ്റിംഗ് കസ്റ്റമേഴ്സ് ലൈക്ലി ടു ചേൺ ഫ്രം ദോസ് ലൈക്ലി ടു സ്റ്റേ. ഓക്കെ, അപ്പം കസ്റ്റമേഴ്സ് ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോകുന്നവർ അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നവർ, അവരെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും, അവരെ എങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും, ഡിസ്റ്റിങ്ക്റ്റ് ആക്കി അവരെ ഏത് പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ഡിസ്റ്റിങ്ക്റ്റ് ആക്കാൻ പറ്റുന്നത്, അതെല്ലാം നമ്മൾ ഡിസ്ക്രിമിനേഷൻ ഡൊമൈനിലാണ് ചെയ്യുന്നത്. സോ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഫ്രോഡ് ഡിറ്റക്ഷൻ, ചേൺ അനാലിസിസ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസിലാണ്. സോ ഇതൊരു കൺക്ലൂഷൻ ഓഫ് ഡേറ്റ മൈനിങ് ഫങ്ഷനാലിറ്റീസ് ആണ്. അപ്പം നമ്മൾ ഏതൊക്കെയാണ് പഠിച്ചത്? ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, അസോസിയേഷൻ, പ്രഡിക്ഷൻ, ഔട്ട്ലയർ ഡിറ്റക്ഷൻ, ക്യാരക്ടറൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ ആണ്. അതിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അവിടെ അസൈൻ ഡേറ്റ ടു പ്രീ ഡിഫൈൻഡ് കാറ്റഗറീസ്. എക്സാമ്പിൾ പറഞ്ഞാൽ സ്പാം, നോട്ട് സ്പാം. ഓക്കെ, ക്ലസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. അവിടെ ചെയ്യുന്നത് സിമിലറായിട്ടുള്ള ഡേറ്റ ഒബ്ജക്ട്സിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെഗ്മെൻറ്റിംഗ് കസ്റ്റമേഴ്സ് ബേസ്ഡ് ഓൺ ബൈയിങ് ഹാബിറ്റ്സ്. ഇനി അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പാറ്റേൺ ഡിസ്കവറിയാണ്. അതായത് അവിടെ ഇറ്റ് വിൽ ഫൈൻഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡേറ്റ ഐറ്റംസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇഫ് ബ്രെഡ് ദെൻ ബട്ടർ. ഇനി അടുത്ത പ്രഡിക്ഷൻ എന്ന് പറയുന്നതും ഒരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണ്. നമ്മളൊരു ഫ്യൂച്ചർ ട്രെൻഡ്സിനെ അല്ലെങ്കിൽ ഔട്ട്കമ്മിനെ പ്രഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്നതിനെയാണ് പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് പ്രഡിക്റ്റിംഗ് സ്റ്റോക്ക് പ്രൈസസ്. ഇനി ഔട്ട്ലയർ ഡിറ്റക്ഷൻ ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു റെയർ അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഔട്ട്ലയർ ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ അനോമലി ഡിറ്റക്ഷനാണ്. എക്സാമ്പിൾ ഫ്രോഡുലൻ്റ് ട്രാൻസാക്ഷൻ്റെ ഡിറ്റക്ഷൻ. ഓക്കെ, ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സമ്മറൈസേഷനാണ്. ആ ഒരു ഡേറ്റയെ നോക്കിയിട്ട് അതിൻ്റെ ഒരു ക്യാരക്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെ അല്ലെങ്കിൽ ജനറൽ പ്രോപ്പർട്ടീസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞത്. എക്സാമ്പിൾ പറഞ്ഞാൽ പ്രൊഫൈൽസ് ഓഫ് ഹൈ വാല്യൂ കസ്റ്റമേഴ്സ്. ഇനി ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മൾട്ടിപ്പിൾ ഡേറ്റ ക്ലാസ്സുകളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്റ്റിങ്ക്റ്റ് ചെയ്യുന്നതിനെയാണ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ടൈപ്പ് അവിടെ നടക്കുന്നത് കമ്പാരിസൺ ആണ്. സോ എക്സാമ്പിൾ പറഞ്ഞാൽ ഫ്രോഡുലൻറ്റ് വേഴ്സസ് നോൺ ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻസ്. സോ ദിസ് ഈസ് ദ സമ്മറി ഓഫ് ഡേറ്റ മൈനിങ് ഫങ്ഷനാലിറ്റീസ്. ഇനി നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മൈനിങ് സിസ്റ്റംസ് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ മൈനിങ് സിസ്റ്റംസ് അതിനെ നമുക്ക് ബേസ്ഡ് ഓൺ 4 ടൈപ്സ് ആയിട്ട്, ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഡേറ്റ, ബേസ്ഡ് ഓൺ ഡേറ്റ മൈനിങ് ടെക്നിക്സ്, ബേസ്ഡ് ഓൺ യൂസർ ഇൻട്രാക്ഷൻ, ദെൻ ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഡൊമൈൻ. ഇങ്ങനെ 4 രീതിയിൽ നമുക്ക് ഡേറ്റ മൈനിങ് സിസ്റ്റംസിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തെ തന്നെ റിലേഷണൽ ഡേറ്റാ ബേസസ് ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഡേറ്റ. അപ്പോൾ അതായത് ഡേറ്റ വിൽ ബി നമ്മുടെ ഡേറ്റ സെറ്റ് നമ്മൾ എടുക്കുന്നത് പല രീതിയിലായിരിക്കും, പല സോഴ്സിൽ നിന്നായിരിക്കും. ചിലപ്പോൾ അത് നമ്മുടെ സാധാരണ റിലേഷണൽ ഡേറ്റാ ബേസസ് തന്നെയായിരിക്കും നമ്മുടെ ഡേറ്റ. ചിലത് ട്രാൻസാക്ഷണൽ ഡേറ്റാ ബേസസ് ആയിരിക്കും. ട്രാൻസാക്ഷൻസൊക്കെ റിയൽ ടൈം ട്രാൻസാക്ഷൻസൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഡേറ്റാ ബേസുകളായിരിക്കും. ചിലത് ഡേറ്റാ വെയർ ഹൗസിലുള്ള ഡേറ്റ ആയിരിക്കും. ഇന്നലെ നമ്മൾ പഠിച്ചിരുന്നു എന്താണ് ഡേറ്റാ വെയർ ഹൗസ് എന്ന് പറഞ്ഞാൽ. ഇനി മറ്റൊന്ന് മൾട്ടിമീഡിയ ഡേറ്റാ ബേസ് ആയിരിക്കും. അതായത് ഓഡിയോ, വീഡിയോ, ഇമേജസ് എല്ലാം ഉൾപ്പെടുന്ന ഡേറ്റാ ബേസുകളായിരിക്കും. പിന്നെ മറ്റൊന്ന് സ്പേഷ്യൽ ഡേറ്റാ ബേസ് ആയിരിക്കും. അതായത് ജോഗ്രഫിക്കൽ ഡേറ്റ ആയിരിക്കും. നമുക്ക് സാറ്റലൈറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഡേറ്റ ആയിരിക്കും. പിന്നെ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ഡേറ്റ എന്ന് പറഞ്ഞാൽ വെബ് ആൻഡ് ടെക്സ്റ്റ് ഡേറ്റാ ബേസസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ ടൈപ്പ് ഡേറ്റാ ബേസിൽ നിന്നും നമ്മൾ ഡേറ്റ എടുക്കുമ്പോൾ ഓരോ രീതിയിലാണ് ഡേറ്റ മൈനിങ് ടെക്നിക്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഡേറ്റയുടെ ടൈപ്പിൻ്റെ ബേസിൽ ഡേറ്റ മൈനിങ് ടെക്നിക്സ് വിൽ ബി ഡിഫറെൻറ്റ്. ഓക്കെ, സിസ്റ്റംസ് വിൽ ബി ഡിഫറെൻറ്റ്. ഇനി അടുത്തത്
ബേസ്ഡ് ഓൺ ഡേറ്റ മൈനിങ് ടെക്നിക്സ്. അപ്പം മെയിനായിട്ട് 3 എണ്ണമേ പറഞ്ഞോളൂ. നമ്മളിപ്പം ഫങ്ഷണാലിറ്റീസ് വെച്ച് ഒരു 5-6 പഠിച്ചു. ഇവിടെ ഇപ്പോൾ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് സിസ്റ്റം, ക്ലസ്റ്ററിങ് ബേസ്ഡ് സിസ്റ്റം, അസോസിയേഷൻ റൂൾ ബേസ്ഡ് സിസ്റ്റം, ഇതെന്താണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോഴത്തേക്ക് ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് എഴുതിക്കൊള്ളണം കേട്ടോ. ഈ പറയുന്ന പോലെ ടൈപ്സ് ഓഫ് ഡേറ്റ, ഇത് റിലേഷൻ ഡേറ്റാബേസ് എന്താണ്, ട്രാൻസാക്ഷൻ ഡേറ്റാബേസ്, ഡേറ്റാബേസ് ഒക്കെ ഇന്നലെ ഞാൻ പറഞ്ഞു തന്നെയാണ്. ഇതെല്ലാം ഡീറ്റെയിൽഡായിട്ട് എഴുതിക്കൊള്ളണം. സോ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് സിസ്റ്റംസിലെന്ന് പറയുമ്പം ക്ലാസിഫൈയിങ്ങിന് വേണ്ടിയാണ് ആ ഒരു ഡേറ്റ മൈനിങ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. അതെങ്ങനെയായിരിക്കും? സൂപ്പർവൈസ്ഡ് മെത്തേഡായിരിക്കും. ലേബിൾഡ് ഡേറ്റ ആയിരിക്കും നമുക്ക് കാണുന്നത്. അപ്പം ലേബിൾഡ് ഡേറ്റ വെച്ച് ട്രെയിൻ ചെയ്യുന്നു. അൺലേബിൾഡ് ഡേറ്റ കൊടുക്കുമ്പോഴത്തേക്കും ഡിറ്റക്റ്റ് ചെയ്യുന്നു, ക്ലാസിഫൈ ചെയ്യുന്നു. അതിനെയാണ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലസ്റ്ററിങ് ബേസ്ഡ് സിസ്റ്റം ആകുമ്പോൾ എന്താണ്? അവിടെ അൺസൂപ്പർവൈസ്ഡ് അൽഗോരിതം ആയിരിക്കും. ഗ്രൂപ്പിംഗ് ഓഫ് ഡേറ്റ പോയിൻറ്റ്സ് ആണ് അവിടെ നടക്കുന്നത്. നമുക്ക് ഒരു ഡേറ്റ സെറ്റിൽ നിന്നും സിമിലാരിറ്റിയുടെ ബേസിൽ ഡേറ്റയെ ഗ്രൂപ്പ് ചെയ്ത് ഓരോ ക്ലസ്റ്ററാക്കി മാറ്റുന്നതിനെയാണ് ക്ലസ്റ്ററിങ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അസോസിയേഷൻ റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആ ഡേറ്റ സെറ്റിലെ ഡേറ്റ പോയിൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അസോസിയേഷൻ റൂൾ ബേസ്ഡ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി മറ്റൊന്ന് ബേസ്ഡ് ഓൺ യൂസർ ഇൻറ്ററാക്ഷൻ്റെ ബേസിൽ ഡേറ്റ മൈനിങ് സിസ്റ്റത്തിന് നമുക്ക് എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം. അതായത് ഒരു രീതിയിലുള്ള ഓട്ടോണോമസ് സിസ്റ്റമാണ്, മറ്റൊന്ന് ക്വറി ഡ്രിവൻ സിസ്റ്റമാണ്, മറ്റൊന്ന് ഇൻറ്ററാക്റ്റീവ് സിസ്റ്റമാണ്. അതിൽ ആദ്യത്തേത് ഓട്ടോണോമസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് യൂസറുമായിട്ട് ഒരു ഇൻറ്ററാക്ഷനും വരുന്നില്ല. ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഡു ദ ഡേറ്റ മൈനിങ് പ്രോസസ്സ്. അത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഇമെയിലിൻ്റെ സ്പാം ഡിറ്റക്ഷൻ്റെ ക്ലാസിഫിക്കേഷൻ അൽഗോരിതം നമ്മുടെ സിസ്റ്റത്തിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ജിമെയിലിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ളതാണ്, നമ്മൾ യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷനും ഇല്ലാതെ വരുന്ന ഇമെയിലുകൾ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ക്ലാസിഫൈയിങ് അല്ലേ? ഓട്ടോണോമസ് ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. അത് പിന്നെ നമ്മൾ യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ്റെ ആവശ്യമില്ല. അത് ഓട്ടോണോമസ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിളാണ് നമ്മുടെ ഇമെയിൽ സ്പാം ഡിറ്റക്ഷൻ എന്ന് പറയുന്നത്. സോ യൂസറിൻ്റെ ഒരു ഇൻട്രാക്ഷൻ വരാതെ അത് ഓട്ടോമാറ്റിക്കലി ഡേറ്റ മൈനിങ് പ്രോസസ്സ് ഹാൻഡിൽ ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിസ്റ്റംസിനെയാണ് ഓട്ടോണോമസ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ഇനി ക്വറി ഡ്രിവൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ക്വറി കൊടുത്താൽ അതിനനുസരിച്ചുള്ള ഒരു റിപ്ലൈ തരുന്ന രീതിയിലുള്ള ഡേറ്റ മൈനിങ് സിസ്റ്റം. അതായത് ഇപ്പം നമ്മൾ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ഇപ്പം മാർക്കറ്റ് അനാലിസിസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണെങ്കിൽ ഇന്ന ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ കസ്റ്റമേഴ്സ് ഈ ഒരു ജനുവരി മാസം ഇന്ന പ്രോഡക്റ്റ് എത്രത്തോളം വാങ്ങിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ക്വറി കൊടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് റിപ്ലൈ കിട്ടുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ക്വറി ഡ്രിവൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ഇൻറ്ററാക്റ്റീവ് സിസ്റ്റമാണ്. ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനും വളരെ എഫക്റ്റീവായിട്ട് ചാർട്ട് വഴിയും എല്ലാം എവിഡൻ്റായിട്ട് നമുക്ക് വളരെ ഇൻറ്ററാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഡേറ്റ മൈനിങ് സിസ്റ്റംസിനെയാണ് നമ്മൾ ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഈ വലിയ വെതർ ഫോർകാസ്റ്റിംഗ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്ന സിസ്റ്റംസിൽ എല്ലാം വളരെ വ്യക്തമായിട്ട് ചാർട്ട് രൂപത്തിലും പൈ ചാർട്ട് രൂപത്തിലും എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണിച്ചു കൊടുത്ത് യൂസറിനെ കൊണ്ട് വളരെ ഇൻറ്ററാക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെയാണ് നമ്മൾ ഇൻറ്ററാക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ക്വറി ഡ്രിവൻ സിസ്റ്റവും ഇതും തമ്മിലുള്ള വ്യത്യാസം, ക്വറി ഡ്രിവൻ നമ്മൾ ക്വറി അങ്ങോട്ട് കൊടുക്കുന്നത് പോലെ ഇരിക്കും നമുക്ക് ഇങ്ങോട്ട്. ഇത് ഇൻറ്ററാക്റ്റീവായിട്ട് നമുക്ക് ഒരു സമ്മറിയും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോഴേ മനസ്സിലാകും. പിന്നെ മോർ എന്തെങ്കിലും വേണമെങ്കിൽ we need to give the prompt like that. Okay. ഇനി അടുത്തത് ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഡൊമൈൻസ് ആണ്. ബേസ്ഡ് ഓൺ ആപ്ലിക്കേഷൻ ഡൊമൈൻസ് നമുക്ക് പല രീതിയിലുള്ള ആപ്ലിക്കേഷൻ ഡൊമൈൻസിനനുസരിച്ച് പല രീതിയിലുള്ള ഡേറ്റ മൈനിങ് സിസ്റ്റം ഉണ്ട്. ഇപ്പോൾ ഇവിടെ 3 എണ്ണമാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫിനാൻഷ്യൽ ഡേറ്റ മൈനിങ് സിസ്റ്റം, രണ്ടാമത് ഹെൽത്ത് കെയർ ഡേറ്റ മൈനിങ് സിസ്റ്റം, മറ്റൊന്ന് റീറ്റെയിൽ ആൻഡ് മാർക്കറ്റിംഗ് ഡേറ്റ മൈനിങ് സിസ്റ്റംസ്. ഇതെല്ലാം ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് ഡേറ്റ മൈനിങ് സിസ്റ്റത്തിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത്
ഡേറ്റ മൈനിങ് ടാസ്ക് പ്രിമിറ്റീവ്സ്. അതായത് ഡേറ്റ മൈനിങ് ചെയ്യണമെങ്കിൽ, ആ ടാസ്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രിമിറ്റീവ്സ് ആയിട്ട് അറിഞ്ഞിരിക്കണം, അതാണ്. സോ ടാസ്ക് ഡിഫൈൻഡ് നമ്മൾ എന്തൊക്കെ ആയിരിക്കും യൂസേഴ്സ് കൊടുക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ, സോ കൈൻഡ്സ് ഓഫ് നോളജ് ടു മൈൻ. എന്തൊക്കെ നോളജ് ആയിരിക്കും നമുക്ക് ഡേറ്റ മൈനിങ് സിസ്റ്റത്തിൽ നിന്ന് മൈൻ ചെയ്തെടുക്കേണ്ടത്? ചിലപ്പോൾ കോൺസെപ്റ്റ് ആയിരിക്കും മൈൻ ചെയ്തെടുക്കേണ്ടത്, ചിലപ്പോൾ എന്തെങ്കിലും പാറ്റേൺ ആയിരിക്കും മൈൻ ചെയ്തെടുക്കേണ്ടത്, ചിലപ്പോൾ എന്തെങ്കിലും റൂൾസ് അല്ലെങ്കിൽ ട്രെൻഡ്സ് ഒക്കെ ആയിരിക്കും ആ ഒരു ഡേറ്റ സെറ്റിൽ നിന്ന് മൈൻ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ബൈ യൂസിങ് സം അസോസിയേഷൻ, ക്ലാസിഫിക്കേഷൻ, ക്ലസ്റ്ററിങ്, സീക്വൻഷ്യൽ പാറ്റേൺസ് ഒക്കെ നമുക്ക് ഈ ഒരു പാറ്റേൺ ഐഡൻറ്റിഫിക്കേഷനിൽ പെടുത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ കീ പ്രിമിറ്റീവ്സ്, അതായത് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഡേറ്റ സെറ്റിൻ്റെ സ്പെസിഫിക്കേഷൻ. ഡേറ്റ സെറ്റിൽ ഏത് ഡേറ്റയാണ് നമുക്ക് മൈൻ ചെയ്തെടുക്കാനുള്ളത് എന്ന് കൃത്യമായിട്ട് ആ യൂസർ അറിഞ്ഞിരിക്കണം. ഡേറ്റ മൈനിങ് ടാസ്ക് ചെയ്യുന്ന യൂസർ ഷുഡ് ബി വെരി മച്ച് അവെയർ അബൌട്ട് വിച്ച് ഡേറ്റ വി നീഡ് ടു മൈൻ. ഇനി അടുത്തത്, അയാളുടെ ടാസ്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് ആ യൂസർ അറിഞ്ഞിരിക്കണം. അതായത് അയാൾ പ്രഡിക്റ്റീവ് ആണോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണോ അയാളുടെ ടാസ്ക് എന്ന് പറയുന്നത്. പ്രഡിക്റ്റീവ് എന്ന് വെച്ചാൽ ക്ലാസിഫിക്കേഷൻ, റിഗ്രഷനിലൂടെയൊക്കെയാണ് നമ്മൾ പ്രഡിക്റ്റീവ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ ക്ലസ്റ്ററിങ് ഓർ സമ്മറൈസേഷൻ വഴിയൊക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ലെവൽ ഓഫ് ഡേറ്റ മൈനിങ് ടാസ്കുകൾ ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന് ഡേറ്റ ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനാലിസിസിൻ്റെ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷനാണ്. എത്രത്തോളം ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ഡേറ്റ കൊടുക്കണം. വളരെ ഒരു ഹൈ ലെവലിൽ നമുക്ക് ഡേറ്റ കിട്ടിയാൽ, സമ്മറി ആയിട്ട് ഡേറ്റ കിട്ടിയാൽ മതിയോ, അതേ വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഡേറ്റ കിട്ടണമോ എന്നൊക്കെ യൂസർ ഷുഡ് ബി വെരി മച്ച് അവെയർ. ഡേറ്റയുടെ ഗ്രാനുലാരിറ്റിയെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടാകണം. അടുത്തത് മെഷേഴ്സ് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു ഡേറ്റ മൈനിങ് സിസ്റ്റത്തിലൂടെ കിട്ടുന്ന ഡേറ്റയുടെ ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ്, ഞാൻ പറഞ്ഞ ടൈപ്പ് ഓഫ് ഡേറ്റ തന്നെയാണോ എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ എനിക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടിയിരിക്കുന്നത് എന്ന് മെഷർ ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഒരു സപ്പോർട്ട് ഫാക്ടറും കോൺഫിഡൻസ് ഫാക്ടറും ഒക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കാൻ ഉള്ള ക്രൈറ്റീരിയ നമുക്കുണ്ടാകണം. ആസ് എ ഡേറ്റ അനലിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു അനാലിസിസ് ഡേറ്റ മൈനിങ് ചെയ്യുന്ന ആ ഒരാൾ, ഒരു ഡേറ്റ അനലിസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ഡേറ്റ മൈനിങ്ങിൻ്റെ ഔട്ട്പുട്ട് റെപ്രസെൻറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല രീതിയിൽ ചെയ്യാൻ പറ്റും. വിഷ്വലൈസേഷൻ ടെക്നിക്സ് അല്ലെങ്കിൽ ഡിസിഷൻ റൂൾസ്, ക്ലസ്റ്റേഴ്സ് ഓർ പാറ്റേൺസ്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഡേറ്റ റെപ്രസെൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇത്രയും കൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഈ 2 വീഡിയോയും കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. നെക്സ്റ്റ് വീഡിയോ അടുത്ത ദിവസം തരാം. താങ്ക് യു.